എൽ ടി തന്നെ നമുക്ക് എടുക്കാം. എൽ ടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നതാണ് എൻ്റെ ടാർഗറ്റ്. സോ ആ ടാർഗറ്റ് എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിൽക്കുക തന്നെ ചെയ്തു. നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഒരു സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങിയത്. ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ എല്ലാം ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഗ്യാപ്പ് ഫിൽ ചെയ്ത് ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് വരിക എന്ന് പറഞ്ഞു. മാക്സിമം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ 2 ദിവസം അൺസർട്ടനിറ്റി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ക്യാരി ഫോർവേഡ് മാക്സിമം ഒഴിവാക്കാൻ നോക്കൂ. സോ നിങ്ങൾക്ക് ഈ റിജക്ഷൻ എങ്ങനെയാണ്, ഇതൊക്കെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ A to Z ക്രാഷ് കോഴ്സ് ഉണ്ട്. അതിൽ തന്നെ സൂപ്പർബായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Hey all, it's me Ahmad Azharuddin from TradeMax Academy. Okay, good. ഇന്നത്തെ ലൈവ് ആക്ച്വലി സൂപ്പർബ് ആയിരുന്നു. നല്ല രീതിയിൽ നമുക്ക് പോയിന്റ്സ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു. നല്ല രീതിയിൽ നിങ്ങളെ ചില ട്രേഡിൽ എമോഷണലി ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. എക്സാമ്പിൾ എൽ ടി തന്നെ നമുക്ക് എടുക്കാം. എൽ ടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നതാണ് എൻ്റെ ടാർഗറ്റ്. സോ ആ ടാർഗറ്റ് എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിൽക്കുക തന്നെ ചെയ്തു. നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഒരു സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങിയത്. സോ ആ ഒരു ലൈവ് കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമോഷണൽസ് കൺട്രോൾ ചെയ്യാനും ടാർഗറ്റ് വരെ നമുക്ക് ഇരിക്കാനുമുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ലാസ്റ്റ് ഡേ നമ്മൾ വരച്ച ലെവൽസ് പോലെ തന്നെ ലാസ്റ്റ് ഡേ നമ്മൾ എന്താണോ ഡിസ്കസ് ചെയ്തത്, ആ ഒരു ഡിസ്കസ് ചെയ്ത ആ ഒരു റൂട്ട് മാപ്പിലായിരുന്നു ഇന്ന് നമ്മൾ പ്യുവർലി ട്രേഡ് ചെയ്തതും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞു. ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ എല്ലാം ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഗ്യാപ്പ് ഫിൽ ചെയ്ത് ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് വരിക എന്ന് പറഞ്ഞു. ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ സൂപ്പർബായിട്ട് ക്യാച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് വൈകിക്കുന്നില്ല, ഒരുപാട് നീട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് സെക്ഷൻ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിഫ്റ്റി തന്നെ എടുക്കുക. നിഫ്റ്റി നോക്കുന്ന സമയത്ത് ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഈ ഒരു പോർഷൻസിൽ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ടാർഗറ്റ് 1, ടാർഗറ്റ് 2 എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് പെർട്ടിക്കുലർ ഏരിയ നമ്മൾ ടാർഗറ്റ് 2 ആയിട്ട് കീപ്പ് ചെയ്തു. ഇന്നലെയും ഏകദേശം 80 പോയിന്റ്സോളം ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും മോർ ദാൻ 50 to 60 പോയിന്റ്സ് നിങ്ങൾ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു 30 പോയിന്റ്സ് നിങ്ങൾ റിസ്ക് എടുക്കുന്നതോടുകൂടി ഏകദേശം നല്ലൊരു റിവാർഡ് ആയിരുന്നു ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞത്. നിഫ്റ്റി എടുക്കുന്നതിന് മുമ്പ് ഞാൻ മിഡ് ക്യാപ് നിഫ്റ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എടുക്കാവുന്നവർക്ക് എടുക്കാം എന്നൊരു കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മിഡ് ക്യാപ് നിഫ്റ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് മിഡ് ക്യാപ് നിഫ്റ്റി നല്ലൊരു ഫോളോയോട് കൂടി താഴേക്ക് ഇറങ്ങി സൂപ്പർബായിട്ടുള്ള ക്യാച്ച് നമുക്ക് മിഡ് ക്യാപ് നിഫ്റ്റിയിലും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഒരുപാട് സ്റ്റോക്കുകൾ അവിടെ വേറെയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുണ്ടായിരുന്നു. റിലയൻസ് മാത്രമാണ് നമ്മുടെ വ്യൂടെ എഗെയിൻസ്റ്റ് പോയത്. ബാക്കിയുള്ളതെല്ലാം നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഗെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ നിഫ്റ്റിയിൽ ഇനി നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഈ ലോ പോയിന്റ് തന്നെ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലോ പോയിന്റിന്റെ താഴെ തിങ്കളാഴ്ച മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ഓപ്പൺ ചെയ്യും. ഇനി ശനി ഞായർ എന്ന് പറയുന്ന ഈ 2 ദിവസങ്ങളിൽ മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, എന്ത് അനൗൺസ്മെന്റ് വേണമെങ്കിലും വരാം. സോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നാണ് പറയുക. സോ ആ ദിവസങ്ങളിൽ മാക്സിമം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ 2 ദിവസം അൺസർട്ടനിറ്റി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ക്യാരി ഫോർവേഡ് മാക്സിമം ഒഴിവാക്കാൻ നോക്കൂ. സോ ഇനി തിങ്കളാഴ്ച ദിവസം ഈ ലെവലിന്റെ താഴെയിട്ടാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു നല്ലൊരു വീണ്ടും നെഗറ്റീവ് ബിയറിഷ് സൈഡിലേക്കാണ് ട്രേഡ് എടുക്കുക. ബുള്ളിഷ് സൈഡ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഹൈ ബ്രേക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻസ് നല്ല രീതിയിൽ ഒരു ട്രെൻഡ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ന്യൂട്രൽ വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻസ് നിന്ന് റിജക്ഷന് വേണ്ടി കാത്തിരിക്കണം. ഈ ലോവിന്റെ താഴെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന റിജക്ഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. സോ നിങ്ങൾക്ക് ഈ റിജക്ഷൻ എങ്ങനെയാണ്, ഇതൊക്കെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ A to Z ക്രാഷ് കോഴ്സ് ഉണ്ട്. അതിൽ തന്നെ സൂപ്പർബായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 299 ഉള്ളൂ. അത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ലൈവിൽ എൻ്റെ കൂടെ വന്നിരിക്കാനുള്ള നോളജ് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അഡ്വാൻസ് ആവണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ കോഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്താൽ മതി. സോ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിലും സെയിം തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രയും വലിയ മൂവ്മെന്റ് ഒന്നും ആയിരുന്നില്ല.
നാളെ ഇല്ലെങ്കിൽ തിങ്കളാഴ്ച ഈ ഒരു ലെവലിന്റെ താഴോട്ട് നിഫ്റ്റി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നല്ല ടാർഗറ്റ്സ് താഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഫിൻ നിഫ്റ്റി എടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ താഴേക്ക് തന്നെയാണ് ഇറങ്ങിപ്പോയത്. അത്യാവശ്യം നമ്മളുടെ ആ ലെവൽസ് ഒക്കെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഈ ലെവൽസ് എല്ലാം എങ്ങനെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യാൻ കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്യുവർലി പ്രൈസ് ആക്ഷൻ തന്നെയാണ്. ഒരു പെർട്ടിക്കുലർ ലെവൽ നമുക്ക് കൺവിക്ഷൻലി കിട്ടുന്നേ, നിങ്ങൾ എത്രത്തോളം ലെവൽസ് മാർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നല്ലത്. സോ ഇനി ഈ ഒരു ലോ പോയിന്റ് താഴെയാണ് ഫിൻ നിഫ്റ്റി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും നല്ല രീതിയിലൊരു മൊമെന്റം നമുക്ക് ഫിൻ നിഫ്റ്റിയിലും ക്യാച്ച് ചെയ്യാൻ പറ്റും. മിഡ് ക്യാപ്പ് നല്ലൊരു മൊമെന്റം ആയി നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞത്. ഇനി കമ്മിങ് ഡേയ്സിൽ മിഡ് ക്യാപ്പ് ഇതേപോലെ നല്ലൊരു മൊമെന്റം തരികയാണെങ്കിൽ സൂപ്പർ ക്യാച്ച് മിഡ് ക്യാപ്പിലും ചെയ്യാൻ കഴിയും. അത്യാവശ്യം നല്ല ടാർഗറ്റ്സ് മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ താഴെയും കാത്തിരിക്കുന്നുണ്ട്. ഏകദേശം 12,475 എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ റേഞ്ച് നമുക്ക് വീണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം DAs മെയിൻലി ചെയ്യുന്നത് സെല്ലിംഗ് ആണ്. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിന്റെ യൂട്യൂബ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ. ഞാൻ അതിൽ പറഞ്ഞു തരാം എങ്ങനെയാണ് അതിന്റെ ഡേറ്റാസ് ഒരു എത്ര പെർസെൻറ്റേജോളം സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഡേറ്റാസ് ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഡു ഇറ്റ്, ചെക്ക് ഇറ്റ് ഔട്ട്. അവിടെ ജോയിൻ ചെയ്യാതെ ഇരിക്കുന്നവർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അവിടെയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ തരുന്നുണ്ട് ലൈവ് മാർക്കറ്റിൽ തന്നെ. ഓക്കെ, ദെൻ ഇന്നത്തെ ഹീറോ ഓഫ് ദ സ്റ്റോക്സ് ഹീറോസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് L&T ആണ്. അത്യാവശ്യം നല്ല പോയിന്റ്സ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു. സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് തന്നെ പാർഷ്യൽ ബുക്കിങ്ങും പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റിലാണ് L&Tയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇറങ്ങിയിരിക്കുക. ദെൻ അതുപോലെ തന്നെ അൾട്രാടെക് സിമെന്റ് ഒരു ബ്രേക്ക് ഈവൻ ആയിരുന്നു. ഇൻഫോസിസ് സൂപ്പർബായിട്ട് ഒരു മൊമെന്റം ഇൻഫിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജിയോഫിനും നല്ല രീതിയിൽ ഈ സ്റ്റോക്കുകളെല്ലാം ലൈവ് മാർക്കറ്റിൽ ഞാൻ നിങ്ങൾക്ക് തന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. ജിയോഫിനും സൂപ്പർബായിരുന്നു. ലൈവ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് TCS തന്നിട്ടുണ്ട്. TCS ഏകദേശം ഫസ്റ്റ് ടാർഗറ്റിൽ അച്ചീവ് ചെയ്ത് ഇറങ്ങുന്ന സിനാരിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ലൈവിൽ തന്നെ വെയിറ്റേജ് സ്റ്റോക്കുകളുടെ കാര്യം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാണാത്തവർ മാക്സിമം അത് കണ്ടു ശ്രമിക്കുക. കാരണം ആ ലൈവ് മാർക്കറ്റിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. സോ പ്യുവർലി ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും നമ്മൾ സെൽ സൈഡ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്, PE സൈഡ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. CE സൈഡിലേക്ക് ഷിഫ്റ്റ് ആകുന്ന സമയത്ത് എന്തായാലും നിങ്ങളെ ഞാൻ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. സോ പ്രോപ്പറായിട്ട് ലെവൽസ് എല്ലാം കീപ്പ് ചെയ്യുക. നല്ലൊരു കൺവിക്ഷനോട് കൂടി തന്നെ ട്രേഡ് ചെയ്യൂ. പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ഫോളോ ചെയ്യാൻ നോക്കൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഡൺ ഫോർ ദ ഡേ. ബൈ.